ബ്രൈറ്റ് ആയിട്ടായിരുന്നില്ലേ അലിൻ ജോസ് പെരേരയ്ക്ക് ആദ്യ ഇഷ്യൂ ഉണ്ടായിരുന്നു, വിവാദം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഫെയിം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പിടിക്കണം. അതെ. അപ്പൊ അലിൻ ജോസിന്റെ കൂടത്തിൽ ആ സമയത്ത് ഒരു ലേഡിയും വരില്ല. അതായത് പുറത്തുനിന്ന് നമ്മൾ കാസ്റ്റിംഗ് കൊടുത്തപ്പോ ആരും വരാൻ തയ്യാറാവില്ല. അത് അങ്ങനെയാണ് ഈ കുട്ടീനെ അന്ന് അഭിനയിപ്പിക്കാൻ നല്ല രീതിയിൽ ഇവർ ആ സമയത്ത് റീൽ ചെയ്യുന്നുണ്ട്. ഇവര് അപ്പൊ അതിന് മുന്നേ ഫ്രണ്ട്സ് ആണ്, അവര് ഫ്രണ്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അലിൻ ജോസ് പെരേരയ്ക്ക് എന്തൊക്കെയോ കോണ്ടന്റ് ഉണ്ട്, എന്തൊക്കെയോ ക്വാളിറ്റി ഉണ്ട്, സംഭവമാണ്? നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞങ്ങൾ ആ കോമാളി ഇമേജിന് വെച്ച് ഞങ്ങൾ കേറി എന്നുള്ളത്. ഇപ്പൊ നെഗറ്റീവ് ഉണ്ട് എങ്കിലും ഞങ്ങളത് പോസിറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ ഒന്നും പറയാത്ത ശമ്പളം ഞാൻ പറയാൻ പറഞ്ഞു. ഫസ്റ്റ് 50 രൂപ, ലാസ്റ്റ് രേഖാചിത്രത്തിൽ കിട്ടിയത് 600 രൂപ. നല്ല നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണേലും വേറെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 6:30 മണി മുതൽ രാത്രി 9 വരെ നിന്ന് കഴിഞ്ഞാൽ 500 രൂപ കിട്ടണം. പ്രൊഡ്യൂസറുടെ ഒക്കെ കയ്യിൽ നിന്ന് നല്ല എമൗണ്ട് നിങ്ങളുടെ പേരിൽ വരുന്നുണ്ട്. ഇത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നവര്. വെൽക്കം ടു എക്സ്പ്രസ് മീഡിയ. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായിട്ട് ഒരാളല്ല 2 പേര്, അതാണ് അതിഥികളെന്ന് പറഞ്ഞത്. ഈ പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിലെ 2 കിടിലങ്ങളാണ്. അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവർ തന്നെ പരസ്പരം പറയുന്നതോ അല്ലെങ്കിൽ സ്വയം പറയുന്നതോ ആയിരിക്കും നല്ലത്. പക്ഷേ ഞാൻ അവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം വിഷ്ണു, സ്വാഗതം നിഷ. വിഷ്ണു കൊച്ചിക്കാരൻ, വിഷ്ണു കൊച്ചിക്കാരൻ അല്ലെങ്കിൽ പൈനാപ്പിൾ എന്ന്. ഈ പേര് പൈനാപ്പിൾ എന്ന പേര് എങ്ങനെയാ? പൈനാപ്പിൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുടി വളർത്തിയപ്പോ ആറാട്ടെണ്ണൻ ഇട്ട പേരാണത്. പിന്നെ അത് മാറാൻ വേണ്ടി പൈനാപ്പിളിന്റെ ഷേപ്പിലാണ് മുടി വെച്ചത്. ഫസ്റ്റ് വൈറലാവണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വന്നത്. ശരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് വൈറലാകണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണോ, അതോ ഇതാണോ യഥാർത്ഥം? നിങ്ങൾ അല്ല, വൈറലാകുകയും ചെയ്യണം, അതോടൊപ്പം തന്നെ നമുക്കൊരു ഫെയിമും വേണം. അതാണ് ഇപ്പൊ കിട്ടുന്നത്. ഫെയിം നല്ല ഫെയിം ആണോ? അല്ല, ഇപ്പൊ നെഗറ്റീവ് ഉണ്ട് എങ്കിലും ഞങ്ങളത് പോസിറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ പോസിറ്റീവ് ആകും? ഞങ്ങള് ഷോർട്ട് ഫിലിം പിടിക്കുന്നുണ്ട്, പിന്നെ കുറെ റീൽസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ സിനിമയുടെ പ്രൊമോഷൻ എടുക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിഷ, ശരിക്കും ഈ ഒരു ടീമിന്റെ ഭാഗം, നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട് ആക്ച്വലി ഈ ഒരു പാരലൽ യൂണിവേഴ്സ്? ടീമൊന്നുമില്ല ഇതിൽ. ശരിക്കും പറഞ്ഞു ഓരോരുത്തർ വന്ന് ചേരണേ, വന്ന് കേറണേന്ന്. എങ്ങനെയാ കണക്ഷൻ വരുന്നത്? എങ്ങനെയാ കണക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ അലൻ ജോസ് പെരേര, നിഷ ഇടുക്കി, അലൻ ജോസ് പെരേര, അതാണ് നിങ്ങളുടെ ഇടയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അല്ലേ? നിങ്ങളുടെ ഹീറോ അതാണോ സന്തോഷ് വർക്കിയാണോ? ഇല്ല, സന്തോഷ് വർക്ക് ഇല്ല. അലൻ ജോസ് പെരേരയാണ് ശരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ കണക്ഷൻ ഞങ്ങൾ എല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയ ആൾക്കാരാണ്. സിനിമ എന്ന് പറഞ്ഞ മോഹത്തോട് നടന്ന് അതിൽ നിന്ന് അലൻ ജോസ് പെരേര വനിതാ തിയേറ്ററിൽ വന്ന് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ ഈ അലൻ ജോസ് പെരേര ഈ റിവ്യൂ പറയുന്നത് ഈ ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കിയുടെ നിർദ്ദേശത്താലാണെന്നാണല്ലോ ഒരു അറിവ്. അല്ല, ആറാട്ടെണ്ണനാണ് അവനെ കൊണ്ടുവന്നത്. ലാസ്റ്റ് അവൻ ആറാട്ടെണ്ണനെ തന്നെ ചവിട്ടി പുള്ളി കയറി. മനപ്പുറം ചവിട്ടി കയറി പ്ലാൻ ചെയ്ത് വന്നതാണ്. അതായത് ചില ഇന്റർവ്യൂലൊക്കെ ആറാട്ടെണ്ണനെ വിളിക്കണ്ട, ഇപ്പൊ നമ്മളായാലും എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റക്ക് ചെയ്യാനേ നോക്കുള്ളൂ. നമ്മളാരെയും വിളിക്കണ്ട, അവൻ ഒറ്റക്ക് ചെയ്യണം. അങ്ങനെ അപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമ്മളെ വിളിക്കും. അഥവാ അവന്റെ ഒരു പ്രശ്നം, ഒരു പ്രത്യേകതയാണത്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒരാളെ ചവിട്ടി തന്നെ കയറാൻ പറ്റുള്ളല്ലോ ഈ ഫീൽഡിൽ. അതാണല്ലോ നമ്മ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയല്ലേ? ഞങ്ങൾ ചവിട്ടാറില്ല. ഞങ്ങൾ ചവിട്ടാന്ന് വെച്ചാൽ ചവിട്ട് കൊള്ളാറേ ഉള്ളൂ. ഇല്ല, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഓരോ കണ്ടന്റുകളും എല്ലാം അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുള്ളൂ. കാര്യം അവൻ കയറി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്നൊരു തോന്നല്. വിഷ്ണു ഫിലിം സ്കൂളിലൊക്കെ പഠിച്ചതല്ലേ? അതെ അതെ. എന്നിട്ട് എന്താ ഇങ്ങനെ ഒരു ഇവരുടെ കൂടെ മീൻസ് ഫിലിം സ്കൂളിൽ പഠിച്ച് ഞാൻ ഒരു തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ നല്ലൊരു പടത്തിൽ നല്ലൊരു വേഷം ഡയലോഗുകൾ ചെയ്ത് ഈ ഇടയ്ക്ക് ചെയ്തായിരുന്നു. പിന്നെ അതിന് ഒരു 6-7 സീരിയലിൽ ഡയലോഗുള്ള വേഷം തന്നെ. ഏതൊക്കെ സീരിയലുകളാ? അത് രാജാറാണി, മഴവിൽ മനോരമ, പിന്നെ ഷിജു അരൂർ സാറിന്റെ. അതിനകത്ത് സാറാണ് മെയിനായിട്ട് എനിക്ക് കുറെ റോള് തന്നേക്കണം. പുള്ളിയുടെ പേര് എടുത്തു പറയണം. കാര്യം പുള്ളി ഏത് സീരിയൽ തുടങ്ങിയാലും അതിനകത്ത് എനിക്കൊരു വേഷം ഉണ്ടാവും. അപ്പൊ അങ്ങനെ സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നാടകമുണ്ട്, അലാവുദ്ദീൻ അത്ഭുതവിളക്ക് എന്ന് പറഞ്ഞ നാടകത്തിലാണ് ഫസ്റ്റ് തട്ടേ കയറുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് നമ്മളെ സിനിമയിൽ നല്ലൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ടു ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ഇത്രയും കാര്യങ്ങൾ നോർമൽ വേയിൽ ചെയ്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടു കിട്ടാത്തൊരു ഫെയിം ഒന്നുമല്ലാത്ത. അല്ലാതെ തോന്നുന്നുണ്ടോ അലൻ ജോസ് പെരേരയ്ക്ക് എന്തൊക്കെയോ കോണ്ടന്റ് ഉണ്ട്, എന്തൊക്കെയോ ക്വാളിറ്റി ഉണ്ട്, സംഭവമാണ്? അങ്ങനെ ഒരാള് ഒരു റിവ്യൂ ഫണ്ണെന്ന് പറയാൻ പറ്റില്ല, ഒരു കോമാളിയായിട്ട് ചെയ്തപ്പോ ആൾക്ക് ഒരു ഫെയിം കിട്ടി. ആ ഫെയിം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു.
ഞങ്ങൾ ആ കോമാളി ഇമേജിന് വെച്ച് ഞങ്ങൾ കയറി എന്നുള്ള ഇതാണ്. അത് അയാൾക്ക് ആ ഫെയിം കിട്ടിയപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു അപകർഷതാ ബോധം. അല്ല, എനിക്ക് അങ്ങനെയില്ല. ഞാൻ അങ്ങനെ വന്ന ഒരാളല്ല. ഞങ്ങള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയ സമയം മുതൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് വർഷങ്ങളായിട്ട്. അല്ല, വർഷങ്ങളല്ല, ഞാനൊരു 2023 മുതൽ. അപ്പൊ അങ്ങനെ എന്തായിരുന്നു ലൈഫ്? അത് വേറെ വേറെ വീട്ടിലെ കാര്യങ്ങള്, വീട്ടിലെ ലൈഫ്, അവിടെ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്, അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. കൃഷിക്കാരിയാണ്. ആണോ? കൃഷിയെ കുറിച്ച് സംസാരിച്ചാലോ കുറച്ചു നേരം? അല്ലേ, എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ഏലക്കയും കുരുമുളകൊക്കെ ഉണ്ടല്ലോ, അതിനെ എസ്റ്റേറ്റ് മുതലാളിയാ? ചെറിയൊരു ഓണറാണ് ഇടുക്കിയിലെ, ചെറിയൊരു തോട്ടം തൊഴിലാളി തന്നെ പറയാ. വേറെ ജോലിക്കാരുള്ളതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ അറിയില്ല. ശരി, നമുക്ക് ഇവിടെ വരാം. ഷോർട്ട് ഫിലിം അത് ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിരുന്ന സമയം മുതൽ, കാരണം നമുക്ക് ഫെയിം കിട്ടുന്നില്ല. നമ്മൾ സിനിമാക്കാരെ അറിയാലോ, നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് ഓടാൻ പറയുമ്പോൾ ഓടുന്നു, ഇങ്ങോട്ട് ഓടാൻ പറയുമ്പോൾ ഓടുന്നു, ഈ കൈകെട്ടി നിപ്പും ഈ ഓട്ടവും അതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇത് നമുക്ക് ഫെയിമും ഇല്ല, നമുക്ക് ഒരു ഡയലോഗ് പോലും കിട്ടുന്നില്ല. നല്ല നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണേലും വേറെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ 6:30 മണി മുതൽ രാത്രി 9 വരെ നിന്ന് കഴിഞ്ഞാൽ 500 രൂപ കിട്ടണം. നല്ലൊരു എമൗണ്ട് അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. നമുക്ക് ഒരു 1000 രൂപ തികച്ച്. അത് പുരുഷന്മാർക്ക്, വനിതകൾക്ക് 1000 പറയുന്ന പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് നല്ല എമൗണ്ട് നിങ്ങളുടെ പേരിൽ വരുന്നുണ്ട്. ഇനി ഇടനിലക്കാരായിട്ട് നിൽക്കുന്നവര് സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ ഒരുവിധം പ്രായമുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല. എനിക്കറിയാവുന്നതാ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിറം സിനിമ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നിറത്തിലുണ്ട്. ഏത് വർഷം ഇറങ്ങിയതാ? 2002. അപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 12 വയസ്സ്. 12 വയസ്സിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അമ്മ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അമ്മ എന്നെ കൊണ്ടുപോയതാണ്. നിറത്തിൽ ഏത് ഭാഗത്തുണ്ട്? നിറത്തിൽ ഒരു ചിക് 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 ചിറയിൽ ഒരു പാർട്ടിയുടെ പാട്ടുണ്ട്. തമ്മനം DD വില്ലേജിലാണ് ആ ഷൂട്ട്. അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് ഒരു പാർട്ടി ഉണ്ടല്ലോ, ഒരു പാർട്ടി ആയിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മള് എല്ലാരും നിന്ന് കൈയടിക്കണ്. ഞാനും എന്റെ അമ്മയും അവിടെ നിന്ന് ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. അപ്പൊ പേയ്മെന്റ് കിട്ടിയായിരുന്നു അന്ന് അമ്മ എന്താ 50 രൂപ. അല്ല, എന്നാലും കുഴപ്പമില്ല. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കുഞ്ചാക്കോവന്റെ കൂടെയാണ് ആദ്യത്തെ ഫിലിം നിറം. അത് ഫസ്റ്റ് ശമ്പളം. മമ്മൂട്ടി മോഹൻലാൽ ഒന്നും പറയാത്ത ശമ്പളം ഞാൻ പറയാൻ പറഞ്ഞു. ഫസ്റ്റ് 50 രൂപ, ലാസ്റ്റ് രേഖാചിത്രത്തിൽ കിട്ടിയത് 600 രൂപ. ഉള്ള ആരും പറയില്ല. ബബ്ബ ചെയ്തായിരുന്നു. ബബ്ബയിൽ 500 രൂപ കിട്ടിയുള്ളൂ. നമ്മള് ഇവിടെ നിന്നാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് ചാടിയത്. ഇനി ഇവിടെ ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ പ്രൊഡ്യൂസർ ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജൂനിയർ ആയിട്ട് പോയപ്പോ നമുക്കൊരു ഫെയിം കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഞാനും പിന്നെ എന്റെ ഒരു ഡയറക്ടർ ഉണ്ട് ഓൾബ്രൈറ്റ്, അലിൻ ജോസ്, ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഈ ഓൾബ്രൈറ്റ് ആയിട്ടായിരുന്നില്ലേ അലിൻ ജോസ് പെരേരയ്ക്ക് ആദ്യ ഇഷ്യൂ ഉണ്ടായിരുന്നു? എന്തായിരുന്നു ആ വിവാദം? എങ്ങനെയാ? അത് ചെറിയൊരു നിസ്സാര കാര്യമുള്ളൂ, നിസ്സാര ഒരു പിണക്കം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ എന്നാ പറയുക, നമ്മള് അതായത് അല്ല അവരുടെ പേരൊന്നും പറയണ്ട, നമ്മൾ ഈ ചാനലിൽ അല്ല അതൊരു വിവാദം വന്നിരുന്നു, നമുക്കൊരു പീഡനം കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഒരു എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ? ഇല്ല, അതില്ല. ഒത്തിരി ഇന്റിമസി റീൽസ് ഒക്കെ നമ്മൾ ആ സമയത്ത് കാണുന്നു. റിയാലിറ്റി ഇല്ലാന്ന് പറയരുത് നിഷ. ഇല്ല, അത് അവര് റീലുകൾ ചെയ്തിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ. പക്ഷെ എന്റെ ലൊക്കേഷനിൽ വരുമ്പോൾ രണ്ടുപേരും നല്ല ഡീസന്റ് ആക്കി കാര്യങ്ങളൊക്കെ. ലൊക്കേഷൻ അല്ല ഉദ്ദേശിച്ചത്. ഈ ഒരു ഷോർട്ട് ഫിലിം നടന്നു. ഷോർട്ട് ഫിലിമിന്റെ കാര്യം നമുക്ക് അല്പസമയം സംസാരിക്കാം. ഓൾ ബ്രൈറ്റിന്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്. ആ ആളുമായിട്ട് അലൻ ജോസ് പെരേരയ്ക്ക് ഒരു ഇഷ്യൂ വന്നു. അത് അത്യാവശ്യം സോഷ്യൽ മീഡിയ നിങ്ങൾ യൂണിവേഴ്സിലൊക്കെ കത്തി നിന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാണ് ആദ്യം, അതാണെന്ന് തോന്നുന്നു. അതിന്റെ പേരിൽ ആള് വന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്, അവൻ അതിനുള്ള ശേഷിയൊന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതെന്തേലും ആവട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രശ്നം അതിന്റെ റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആ സംഭവം? പിന്നെ റിയാലിറ്റി പറഞ്ഞാലും മതി. അത് അവര് ആ കുട്ടിയും വൈറലാകാൻ വേണ്ടി മാത്രം വന്നതാ. അലിൻ ജോസിന്റെ കൂടെ വന്ന് വീഡിയോ ചെയ്തതാ. അങ്ങനെയാണ് പിന്നെ നമ്മളൊരു ഷോർട്ട് ഫിലിം ഒക്കെ പിടിക്കാന്ന് വിചാരിച്ചപ്പോ ഈ നിങ്ങളൊക്കെ സുഹൃത്തുക്കളല്ലേ ശരിക്കും? ആ കുട്ടിയും നിങ്ങളൊക്കെ എനിക്ക് ആ കുട്ടിയായിട്ട് യാതൊരുവിധ ബന്ധമില്ല. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇല്ല, അത് നമ്മുടെ ഡയറക്ടർ കൊണ്ടുവന്നതാ, അവരുടെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കാം എന്നും പറഞ്ഞു കൊണ്ടുവന്ന. അങ്ങനെ അവസരം കൊടുത്തു, അതാണ് വിവാദങ്ങൾ വന്നത്, പീഡനം കാര്യങ്ങളൊക്കെ വന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നായകന് 23 വയസ്സ്, നായികക്ക് 35 വയസ്സ്. അത് എങ്ങനെ അത് വർക്ക്ഔട്ട് ആവും? ഇല്ല, അത് ഡയറക്ടറാണ് പറഞ്ഞത് ആ കുട്ടിയെ കൊണ്ടുവരാ, അവരുടെ ഒരു അവസരം കൂടെ. അതും ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ലേ? അത് ഡയറക്ടറോട് ചോദിക്കണം. ഞാൻ പ്രൊഡ്യൂസറാണ്, ഞാൻ അവരെല്ലാം കാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടുകൊടുക്കും. അതോ ആരെങ്കിലും കിട്ടിയാൽ മതി? അങ്ങനെയല്ല, അങ്ങനെയല്ല വിഷ്ണു.
അതായത് എല്ലാവരും അഭിനയമോഹമായിട്ട് നിൽക്കുന്ന ഈ ഞാൻ ഉൾപ്പെടെ. അപ്പൊ നമുക്കൊരു ഫെയിം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പിടിക്കണം. അപ്പൊ അലിൻ ജോസിന്റെ കൂടത്തിൽ ആ സമയത്ത് ഒരു ലേഡിയും വരില്ല. അതായത് പുറത്തുനിന്ന് നമ്മൾ കാസ്റ്റിംഗ് കൊടുത്തപ്പോ ആരും വരാൻ തയ്യാറാവില്ല. കാരണം അന്നും ഈ സോഷ്യൽ മീഡിയയിൽ വെറുപ്പിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം നോക്കിയപ്പോ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ റീലുകളൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ കുട്ടീനെ അഭിനയിപ്പിക്കാൻ നല്ല രീതിയിൽ ഇവർ ആ സമയത്ത് റീൽ ചെയ്യുന്നുണ്ട്. ഇവര് അപ്പൊ അതിന് മുന്നേ ഫ്രണ്ട്സ് ആണ്. അവര് ഫ്രണ്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, റീൽസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയോ റീൽസിനകത്ത് അവര് പറയുന്നുണ്ട് അവര് പ്രണയത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അത് ഞാൻ പറയട്ടെ, അവര് ഓൾറെഡി പ്രണയത്തിലാണ്, അത് എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്തല്ല, ആ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെല്ലുന്ന സമയത്ത് പല പ്രാവശ്യം ഞാൻ ഓട്ടോ ഓടിക്കണെന്ന് അറിയാലോ. എന്റെ വണ്ടിയിൽ ആ പെൺകുട്ടീനെ കൊണ്ട് നിങ്ങളുടെ പാരലൽ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് മാത്രം കൊണ്ട് സപ്പോർട്ട് ഉള്ളത്, അവൻ ഓട്ടോ ഓടിച്ച് ജോലി ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ ഓട്ടോ ഓടിക്കണോണ്ടിട്ട് ഇവൻ എന്നോട് പറയും, എടാ ഇപ്പൊ ആ കുട്ടിയുടെ പേര് പറയുന്നില്ല, ആ കുട്ടി ഇതുപോലെ വരുന്നുണ്ട്, വണ്ടി കയറ്റി പല സ്ഥലത്തും കറങ്ങാനൊക്കെ പോകും. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വാടക വണ്ടി ഓടിക്കണം. അപ്പൊ എനിക്ക് പൈസ തരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വാടക ഓടണോണ്ട് എനിക്ക് ഒരു ദിവസത്തെ പേയ്മെന്റ് ഒരു ദിവസത്തെ അല്ലല്ല പറയാനുള്ളത് പറയണ്ടേ, അത് പറയാനുള്ളത് പറയാണ്ടിരുന്നിട്ട് എന്താ കാര്യം. അപ്പൊ നമുക്ക് ഇത് ഇവൻ ഒരു ദിവസത്തെ വണ്ടിയുടെ വാടക എത്രയാണെന്ന് അവനറിയാം. അപ്പൊ അതിന്റെ പേയ്മെന്റ് പെട്രോൾ അടിച്ചു തരും, പിന്നെ നമുക്ക് ഫുഡും കഴിക്കാനായിട്ട് ഫുഡും മേടിച്ചു തരും. അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ അവള് വരുമ്പോ അവളായിട്ട് കറങ്ങാനൊക്കെ ആയിട്ട് എന്റെ വണ്ടിയിലാണ് പോയിക്കൊണ്ടെന്ന് വെച്ചാൽ. പിന്നെ ഒരിടയ്ക്ക് കാമുകൻ അല്ല, അവള് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഫെയിം കൂടി കഴിഞ്ഞപ്പോ ഇവളെ വേണ്ട എന്ന് തോന്നി ഇവന്, ഈ അലൻ ജോസ് പെരേരയ്ക്ക്. അത് പറഞ്ഞത് ഫെയിം കൂടി ഒരുപാട് ഗേൾസ് വിളിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ പഴയ ഗേൾസ് ഇപ്പൊ കുറെ ഗേൾസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കണ്ടിട്ടില്ലേ? ഏജ് അത് പുള്ളിക്ക് അത് മതിയല്ലേ. ഇനി പുള്ളിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ പുള്ളിക്ക് വേറെ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ പഴയത് വേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയും, എടാ ഇനിയിപ്പൊ അവള് വേണ്ട, നമുക്ക് ഒരുപാട് ഗേൾസ് എന്നെ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ എന്തോ. ഞാൻ പറയടാ നീ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ നീ ഒന്നുമല്ല, കോമാളി ഇമേജ് ആണ് ഇപ്പോഴും. കാരണം എന്താന്ന് വെച്ചാൽ ഞാനും അഭിലാഷ് ആട്ടായും ഒക്കെ നല്ല രീതിയിൽ ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അഭിനയം എന്താണെന്ന് അവന് അടുത്തുകൂടി പോയിട്ടില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പൊ മഴവിൽ മനോരമ അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഞാൻ സജഷൻ ചെയ്തിട്ടാണ്, സാറേ അവനൊരു വേഷം കൊടുക്ക്, അറിയാം. അപ്പൊ പുള്ളി അപ്പൊ വിഷ്ണു പറഞ്ഞല്ലേന്ന് വെച്ചിട്ടാണ് സീരിയലിൽ വരെ പുള്ളിക്ക് ചാൻസ് കിട്ടിയത്. ഇപ്പൊ പുള്ളിയാണ് സിനിമ പ്രൂഫ് ഒക്കെ ചെയ്ത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്, അല്ലാണ്ട് പുള്ളിക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല, അത് ചെയ്യണമെന്നൊന്നും. അതെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, കോമാളി ഇമേജ് ആണ് കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ ഞാൻ സപ്പോർട്ട് എന്ന് പറയല്ലേ, പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റ് കിട്ടുന്ന അതിനാണ്. അല്ലാണ്ട് നമ്മളൊരു നല്ലൊരു സാധനം ചെയ്തു, അങ്ങനെ പറയല്ലേ, നല്ലൊരു സാധനം ചെയ്തിട്ട് ഏതാ കയറിയിരിക്കുന്നത്? ഞങ്ങൾ നല്ലൊരു സാധനം ചെയ്തിട്ട് കയറിയിട്ടൊന്നുമില്ല. ഞങ്ങൾ നല്ല രീതിയിൽ അപേക്ഷിച്ച് സപ്പോർട്ടല്ല, ഇതിനകത്ത് കൂടുതൽ വ്യൂസ് റീച്ച് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റിയാക്ഷൻ കിട്ടും. അത് ഇവനെ വെച്ച് ചെയ്യുമ്പോ അത് റീച്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഏത് കോമഡിത്തരത്തിനും റീച്ച് ആവുന്നുണ്ട്, റിയാക്ഷൻസ് വരുന്നുണ്ട്. ആ റിയാക്ഷൻസ് ആണ് ഞാൻ ചോദിച്ചത്, നെഗറ്റീവ് ആണോ പോസിറ്റീവ്? അപ്പൊ ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അപ്പൊ ഈ പെൺകുട്ടിയെ അവന് വേണ്ട. കാരണം വേറെ ഗേൾസ് വിളിക്കാൻ തുടങ്ങിയപ്പോ എന്നോട് പറയും വേണ്ട നമുക്ക് ആ ഗേൾസ്. പക്ഷെ ഈ ഗേൾസിന് ഈ വേറെ ഗേൾസ് എന്ന് പറഞ്ഞ ഗേൾസ് ആണോ പിന്നീടുള്ള വീഡിയോകളിൽ കണ്ടത്? വീഡിയോകളൊക്കെ അതെ 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 പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ഗേൾസ് ഒരു ദിവസം ഇവൻ പറഞ്ഞ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ മാരേജ് ചെയ്യാന്ന് ഈ പഴയ ഗേൾസിനോട് പറഞ്ഞായിരുന്നു. എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ഇത് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, നിഷക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കഥയില് ഇപ്പോ നിഷ പ്രൊഡ്യൂസറാണ് അവിടെ ഇരുന്നോട്ടെ. അതെ, അപ്പൊ ഈ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായി. ആർക്ക്? പഴയ ഒരു കാമുകിക്ക്, പേര് ഞാൻ പറയുന്നില്ല. ആ പഴയ കാമുകിനോട് പറഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ നിന്നെ മാരേജ് ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്ക് ബിഗ് ബോസ് കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇവള് വിളിച്ചിട്ട് കരച്ചിൽ, ഈ പഴയ കാമുകി വിളിച്ചിട്ട് കരച്ചിലേക്ക് ഇങ്ങനെ അലൻ ജോസ് എന്നെ ചതിച്ച് വിഷ്ണു, എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ഇത്ര നാൾ കൊണ്ടുപോകും. അവൻ ഒരുപാട് പൈസയൊക്കെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പവിത്രമായ റിലേഷൻ മാത്രമാണോ അതോ അതിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു? എനിക്കറിയായിരുന്നു, ഡീറ്റെയിൽസ് ആയിട്ട് അറിയായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്ത് വിടാൻ. ഇപ്പൊ അത് കാണുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് എന്റെ ഫോണിലും ഉണ്ട്, എന്റെ അതിലുള്ള രേഖകളും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ അതൊന്നും പുറത്തേക്ക് വിടുന്നില്ല. അവനിപ്പോ ഇത് ഉദ്ദേശിക്കുന്നത് അതൊന്നും അല്ലല്ലോ.
അപ്പൊ ഇപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾ വന്നപ്പോ ഈ പഴയതിനെ ചവിട്ടിയവൻ, അത്രേ ഉള്ളു. ഞാൻ അവരോട് എപ്പോഴും പറയും, അവൾ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോഴും പ്രണയിക്കുന്നത്. ഇപ്പോഴും ഇപ്പോഴും ഏതൊരു പെണ്ണായിട്ട് വീഡിയോ ഇട്ടല്ലോ അതിനകത്ത് കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവൻ എന്റെ ചെക്കനാണെന്ന് പറഞ്ഞ അവൾ ഇല്ല, അവൾ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം അവൻ ഏത് പെണ്ണിന്റെ കൂടെ വീഡിയോ ചെയ്താലും അതിന്റെ താഴത്ത് ഇങ്ങനെ അവൻ എന്റെ പെണ്ണാണ്, അവൻ എന്റെ ചെക്കനാണ്, എന്റെ ചെക്കനാണെന്നൊക്കെ പറഞ്ഞ് അവള് കമന്റ് കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഡീറ്റെയിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നിരിക്കാണ്. കാരണം ഞാൻ എപ്പോഴും പറയാ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണ്ട് മുതലേ അവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോഴും അവൾ ഒരുപാട് പൈസ കൊടുത്ത് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ആ സമയത്ത് അവന്റെ ഒരു പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവള് ഗൂഗിൾ പേ വഴി പല പ്രാവശ്യം പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയാം നമ്മൾ വന്ന വഴി മറക്കരുത്. ഇപ്പൊ നീ കുറച്ച് ഫെയിമായി ഒരുപാട് പെണ്ണുങ്ങൾ വിളിക്കുന്നുണ്ട്, പെണ്ണുങ്ങളൊന്നല്ല അമ്മച്ചിമാര് വിളിക്കുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക്. അത് അവരെ കണ്ടിട്ട് നീ പഴയത് ചവിട്ട. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റില് പെൺകുട്ടികൾ എന്ന് പറയുന്ന ഏജ് കാറ്റഗറി എത്ര, സ്ത്രീ അല്ല അവര് വന്നതെല്ലാം അമ്മച്ചിമാരാണ്. അത് എത്രയായിരിക്കും ഏജ്? അതെങ്ങനെ വന്നാലും 30 വയസ്സിന് മേളിലുള്ളവരാണ് വന്നേക്കുന്നത്. 30 വയസ്സിന് മേളിൽ അമ്മച്ചി എന്ന് പറയല്ലേ? അല്ല പഴയ വീഡിയോയിലൊക്കെ 45 വയസ്സ്. അല്ല അമ്മച്ചിമാരി ഞാൻ പറഞ്ഞതല്ല, 30 വയസ്സിന് മേളില് വന്നേക്കണത് ആന്റിമാരി, ചേച്ചിമാരി. അതായത് ഇവൻ 25 വയസ്സുള്ളെങ്കിൽ ഇവനെങ്ങാട്ട് ആൾക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ? ആൾക്ക് ഇപ്പൊ 25, 26 ആൾക്ക് ഇപ്പൊ 26 ഇത്രയും കാലം ആള് പറഞ്ഞതൊക്കെ നുണയല്ലേ? അവൻ 21 വയസ്സാണ്, 22 വയസ്സാണ് തികയാൻ പോകുന്നത്. അതെ അതെ അതെ. ആള് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MA ലിറ്ററേച്ചർ, MPhil ഇതൊക്കെ എല്ലാം കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഇവിടെ പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞു പരീക്ഷക്ക് നോക്കി എഴുതണോന്ന് പറഞ്ഞു. ഒരാഴ്ച എങ്ങനെ ക്ലാസ്സിൽ പോയപ്പോ നോക്കി എഴുതാൻ പറ്റൂലെന്ന് പറഞ്ഞു. എഴുതാനും പറ്റൂല, പരീക്ഷക്ക് നോക്കി എഴുതണോന്ന് അവൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് ഈ സ്ഥാപനം പൂട്ടിക്കൂന്ന് പറഞ്ഞു. അടിപൊളി. അപ്പൊ അവര് പേടിച്ച് അവര് പറഞ്ഞു നീ എന്താണ് പരീക്ഷക്ക് കൂടെ നോക്കി എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വഴക്കിട്ട് പോകുന്നത്. അതാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അച്ഛന് വേണ്ടിട്ടല്ലോ. വേറൊരു കാര്യം ഞാൻ പറയാം, മിസ്റ്റർ ആറാട്ടണ്ണൻ ഒരു ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞിട്ട് മൈ സൺ ഈസ്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അവർക്ക്? ഒരു പടിയല്ല. അവന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് അവന് മാനസികമായിട്ട് എന്ത് പ്രശ്നമുണ്ടെന്ന് അവന്റെ ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായിട്ട് പറഞ്ഞു. അല്ല അത് പറഞ്ഞതാണ്. അതിനോട് പറഞ്ഞത് വിഷ്ണു അവനെ ഒന്ന് സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ള സമയത്ത് ഞാൻ എപ്പോഴും മീഡിയക്കാരാണ് അവനെ കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും പറയണം അവനെ ഒന്ന് ഇതാക്കണം. കാര്യം അവൻ പെട്ടെന്ന് അവന്റെ അപ്പനെ എന്നോട് പറഞ്ഞത് അവന് ഓട്ടിസം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് അവന്റെ സംസാരത്തിലും കാര്യത്തിലൊക്കെ മനസ്സിലാവുമല്ലോ. അത് പപ്പ എന്നോട് പറഞ്ഞാണ്. അല്ല ആ ഒരു അസുഖത്തിന് നമുക്ക് ഒരിക്കലും ആളെ തരം താഴ്ത്തി കെട്ടാനോ ഒന്നും പറ്റൂല. അതുകൊണ്ടിട്ട് നമ്മളെപ്പോഴും കൂടെ നിക്കണേന്ന്. ഇപ്പൊ ഇവന്റെ ഡ്രൈവർ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് അവൻ ഇടിച്ച് കാറിന്റെ ഉള്ളിലിട്ട് ഇടിച്ച് ഒരു കേസൊക്കെ ഉണ്ടായിരുന്നറിയില്ല. അറിയില്ല. എന്നിട്ട് മറ്റേ ആലുവ സ്റ്റേഷനിൽ കേസായി. അതൊക്കെ ഫേക്ക് എന്നല്ലേ പറഞ്ഞു? കാറിന്റെ ഉള്ളിലിട്ട് നല്ല ഇടി ഇടിച്ച് ഇവന്റെ ഡ്രൈവർ. ലാസ്റ്റ് ഞാൻ എന്റെ വക്കീലായിട്ട് ചെന്ന് ഇവന്റെ അമ്മയെ ഞാനും കൂടി എന്റെ വക്കീലിനെയും കൊണ്ട് ഞാൻ ചെന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി. അപ്പൊ ഇവര് ഡ്രൈവർ എന്ത് ചെയ്ത് ഡ്രൈവറിനെ ജാതി പേര് വിളിച്ചെന്നും പറഞ്ഞ ആലുവ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇവനെ നേരെ തൂക്കി അകത്തിട്ട് ഞാൻ എന്റെ വക്കീലായിട്ട് ഓടി ചെന്നപ്പോ പോലീസുകാർ പറഞ്ഞു എടാ ഇത് ജാതി പേര് വിളിച്ച കേസാണ് ഡ്രൈവറിനെ. ഞാൻ സാറേ അതല്ല സംഭവം, ഇപ്പൊ പരിപാടിക്ക് പോയിട്ട് പൈസ കൊടുത്തു, പൈസയുടെ എന്തോ വിഷയം വന്ന് അവനെ പിടിച്ചിട്ട് ഇടിച്ചതാണ് കാറിന്റെ ഉള്ളിട്ട്. ഡ്രൈവർ ഇടിച്ചതാ. അങ്ങനെ പൈസ അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ട സാറേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയായിരുന്നു. അവന്റെ പിറ്റേ ദിവസം കൊണ്ടിട്ട് അവന്റെ അപ്പ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇതാണ് സംഭവം. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് എൻക്വയറി അങ്ങോട്ട് പോയി, സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ പോയപ്പോ ലാസ്റ്റ് പിന്നെ ഇവര് ജാതി പേരും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി ഇതായി വന്നപ്പോ അവിടെ വെച്ചൊരു കോംപ്രമൈസ് നടന്നു. അപ്പൊ അവന്റെ മമ്മി ഞാനും മറ്റേ ഓട്ടിസത്തിന്റെ എന്തോ ഒരു മരുന്ന് എന്തോ കഴിക്കേണ്ടത് അതിന്റെ ചീട്ട് വക്കീലിന് കൊടുത്ത് വക്കീൽ നേരെ ചെന്നിട്ട് കാര്യം പറഞ്ഞത് സാർ അവന് ചെറിയൊരു ഓട്ടിസം ഉണ്ട്, അവന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് കേസാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് അവനെ ഊരിക്കൊണ്ടുണ്ട്. പക്ഷെ ആ ആളുണ്ടാക്കിയ കോമാളി കളിച്ചുണ്ടാക്കിയ ഫെയിം കണ്ടിട്ട് നിങ്ങൾക്ക് ആളോട് ചേർന്ന് നിൽക്കാനാണ് തോന്നിയത്. കാരണം നിങ്ങൾക്കും അതുപോലെ ആവാനല്ല ശ്രമിച്ചത്. ഞാൻ പറഞ്ഞില്ലേ അലൻ ജോസ് പെരേര ഞാനും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നടന്നിച്ചതാ. ഫെയിം ആയിട്ടില്ല ആ സമയത്ത്. പരിചയമുണ്ട്. ഞങ്ങള് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഞാനും അലൻ ജോസ് പെരേരയും കൂടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവനെ ഞങ്ങളുടെ കോർഡിനേറ്റർ
റസാഖ് മട്ടാഞ്ചേരിയാണ് വനിതാ തിയേറ്ററിൽ കൊണ്ടുവരുന്നത്. ഓക്കെ. ഇതേപോലെ റിവ്യൂ പറഞ്ഞ് വൈറലാവാന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വൈറലായി കഴിഞ്ഞു. എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. വൈറലായി കഴിഞ്ഞപ്പോ ഞാൻ നൈറ്റ് വണ്ടി ഓടിക്കും, പകല് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ നൈറ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് 150 രൂപ വേണ്ടിയിട്ട് അഭിലാഷ് ആട്ടായോ നമ്മുടെ അലൻ ജോസ് പെരേരയും കൂടി നമ്മുടെ ഫോറമ്മാളുടെ മുമ്പിൽ കിടന്ന് ഇടിപിടിക്കുകയാണ്. അതായത് ആ പെരേരനെ പിടിച്ചിട്ട് അടിക്കുകയാണ്. അഭിലാഷ് ആട്ടയം പിടിച്ചിട്ട് അടിക്കുകയാണ്. അപ്പൊ എനിക്ക് അഭിലാഷ് ആട്ടയത്തിന് പരിചയമില്ല. 150 രൂപക്ക് വേണ്ടിട്ട്. അപ്പൊ എനിക്ക് ഈ അഭിലാഷ് ആട്ടയത്തിന് പരിചയമില്ല. ഞാൻ അപ്പൊ ഫോറമാളിൽ നൈറ്റ് ഓടണേ. അപ്പൊ അലൻ ജോസ് പെരേരനെ കണ്ടപ്പോ ഞാൻ വണ്ടി അവിടെ നിർത്തി. ഞാൻ നിർത്തി കഴിഞ്ഞപ്പോ എന്താടാ പെരേര പ്രശ്നം എന്താടാന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അഭിലാഷ് ആട്ടയം അച്ഛനെ ഞാൻ ചങ്കെ വേറെ ഒന്നുമല്ല, എനിക്ക് വണ്ടിക്കാശ് ഇവൻ തരാന്ന് പറഞ്ഞു. ഇവൻ തരുന്നില്ല, എനിക്ക് 150 രൂപ എനിക്ക് വീട്ടിൽ മൂവാറ്റുപുഴ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഇവൻ പെരേര ഓടി വന്നിട്ട് 150 രൂപ തന്നാലേ മൂവാറ്റുപുഴക്ക് പോകാൻ പറ്റുള്ളൂ. പുള്ളിയുടെ വീട് അവിടെ അല്ലേ? മൂവാറ്റുപുഴ. അലൻ ജോസ് 150 രൂപ കൊടുക്കാതെ അങ്ങനെ ഇവരെ പിടിച്ച് രണ്ടും കൂടി തല്ലുപിടിക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവരെ അപ്പൊ എന്നോട് പറഞ്ഞാ എന്നെ ഒന്ന് വീട്ടിലാക്കുന്നു, എനിക്ക് തീരെ വയ്യ, നീ ഒന്ന് വീട്ടിലാക്കുന്നു. അപ്പൊ പെരേരനെ കയറ്റി കഴിഞ്ഞപ്പോ നേരെ ആട്ടായും വന്ന് കയറി. ഞാൻ പിന്നെ നേരെ ഇടക്കൊച്ചി കൊണ്ട് അവന്റെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോ അവന്റെ അമ്മ ഒരു 500 രൂപ എനിക്ക് തന്നു. 500 രൂപ തന്നേരി നേരെ ഇവനെ ഈ അഭിലാഷ് ആട്ടായത്തിനെ വയറ്റിലാപ്പിലാക്കി. അതിൽ നിന്നൊരു 200 രൂപ അഭിലാഷ് ആട്ടായത്തിനും കൊടുത്ത്. അന്നത്തെ നൈറ്റ് ഓട്ടം നഷ്ടം, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അഭിലാഷ് ആട്ടായാണ് വിളിച്ചു പറഞ്ഞത്, എടാ നീ നാളെ വെള്ളിയാഴ്ചയാണ്, നീ തിയേറ്ററിലേക്ക് വന്നു. ആട്ടായെ വിളിച്ച്. അപ്പൊ പെരേര വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ വരുന്നുണ്ടെങ്കിൽ പിണക്കമല്ല. അത് ഞാൻ പെരേര വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇടക്കൊച്ചിലേക്ക് പോവാ, എന്നെ കൊണ്ട് ഒന്ന് വനിതാ തിയേറ്ററിലേക്ക് പോവാ, നമുക്ക് ഇപ്പൊ അവിടുന്ന് വൈറലാവാടാന്ന് പറഞ്ഞു. പിന്നെ സിനിമയില് എല്ലാ അവഗണന മാത്രമേ ഉള്ളൂ നിനക്ക്. അപ്പൊ വൈറലായി ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ആ ഒരു അന്നത്തെ മെന്റാലിറ്റിയിൽ ഞങ്ങൾ വിചാരിച്ചത് വൈറലായി മനസ്സിലായി. ഒരു ജൂനിയർ ആയിട്ട് ഈ വൈറലായി കഴിഞ്ഞതിന് മുമ്പല്ലേ ഡെയിലി വർക്കാണ്. ഞാന് കോർഡിനേറ്റർമാരോടൊക്കെ ചോദിക്കാറുണ്ട്, സബ് എടുക്കുന്നവരോട് മെയിൻ ആയിട്ടുള്ളവരൊക്കെ. അപ്പൊ പറയും, നിങ്ങൾ എന്തിനാ ഇനി സിനിമയിൽ അഭിനയിക്കണം, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നല്ല ഇതില്ലേ, ഫെയിം ഇല്ല എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഞങ്ങൾക്ക് അവിടെ കൊണ്ടു നിർത്താൻ പറ്റില്ല. അതാണ് അവര് പറയുന്ന കാരണം. പിന്നെ ഇത് അപ്പൊ ഇങ്ങനെയാണ് സംഭവങ്ങള്. അപ്പൊ പെരേര ഇപ്പൊ ഇച്ചിരി കൂടി ഫെയിം ആയതുകൊണ്ട് വിഷ്ണുവിനെ അലൻ ജോസ് പെരേര വീട്ടിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്റെ ഗുണ്ട എന്നാണ്, അല്ലെങ്കിൽ ബോഡി ഗാർഡ്. അതൊരു കണ്ടന്റ് ആണ്. പറയട്ടെ. അതിന് ഡെയിലി പേയ്മെന്റ് എത്ര? 1000. മാസം 35,000. അപ്പൊ 1000 വീഡിയോ. അന്ന് ചായ പിടിക്കാൻ തന്നെ വഴിയില്ല, ദിൽഷേന് മേടിച്ചെന്നെ. അതിന് താഴെ വന്ന കമന്റുകൾ ചിലത് ഞാൻ പറയാം. ഇവൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശും കൊണ്ടാണ് മറ്റവൻ ജീവിക്കുന്നത്, ചായ ഓടിക്കുന്നത് അല്ലേ ആ സമയത്ത്. എന്നിട്ട് എടാ നിനക്ക് ഓട്ടോ ഓടിച്ച് ജീവിക്കാമല്ലോ, എന്തിനാ നീ അവന്റെ പുറകെ കിടക്കുന്നത്? ഇങ്ങനത്തെ കമന്റുകളാണ് വരുന്നത്. ഇങ്ങനത്തെ കമന്റ് കാണുമ്പോൾ ശരിക്കും എന്ത് ഫീൽ ചെയ്യും? ഇത് വേണമായിരുന്നെന്നോ വേണ്ടായിരുന്നെന്നോ എന്തായാലും അതെ, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കമന്റ് എന്നോട് ആദ്യമേ തന്നെ പെരേര പറഞ്ഞായിരുന്നു, കമന്റ് മൈൻഡ് ചെയ്യണ്ട, ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വരും, നമുക്ക് സിനിമയിലേക്ക് കയറാനായിട്ട് ചിലപ്പോൾ ഇതായിരിക്കും ഒരു വഴി എന്ന് പറഞ്ഞു. കാരണം നമ്മളിപ്പോ ഇത്ര നാളൊന്നും ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട് നമുക്ക് ആരും ഡയലോഗുള്ള വേഷം തരൂല. നല്ലൊരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ അത് കോർഡിനേറ്റർമാരുടെ ബന്ധം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. അലൻ ജോസ് പറഞ്ഞ ഡയലോഗാണ്. ഒന്നും കിട്ടൂല. ഇങ്ങനെ വൈറലായി കഴിഞ്ഞാല് നമുക്ക് സിനിമാക്കാര് വിളിക്കും. അന്ന് വനിതാ തിയേറ്ററിലാണ് നായകനാക്കുന്ന. നമുക്ക് നായകനെ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു സൈഡ് റോള്, ഒരു ചെറിയൊരു ഡയലോഗുള്ള ഒരു വേഷം. അന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുമ്പോ എല്ലാവരും ഒരു ആഗ്രഹം അതാ, നമുക്കൊരു വാ തുറന്ന് സംസാരിക്കണം. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെ ആഗ്രഹം അതാ, ഒന്ന് വാ തുറന്നൊന്ന് സംസാരിച്ച് ഒരു ചെറിയൊരു ഡയലോഗെങ്കിലും മേടിച്ചെടുക്കണം. ഒന്ന് നോക്ക്, അതായത് നന്ദു പൊതുവാൾ പോലെ ആ ചേട്ടന്മാരൊക്കെ എത്രയോ വർഷമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ചേട്ടന് സിനിമയ്ക്കകത്ത് വേറെ ഉണ്ട് പൊസിഷൻ. എത്രയോ കാലം ആ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പോഴാണ് മോഹിനിയാട്ടം എന്ന മൂവിയിലൂടെ വഴിപോക്കൻ എന്ന് പറയുന്ന ഇമേജ് മാറിയിട്ട് നടൻ എന്ന് പറയുന്ന ആ ഒരു ഫെയിമിലേക്ക് എത്തിയത്. അപ്പം നിങ്ങളെയൊക്കെ പോലെ അവരും അന്ന്, അല്ലെങ്കിൽ അവരെ ഒരുപാട് ആൾക്കാർ അവര് സോഷ്യൽ മീഡിയ ഇല്ല, മൊബൈൽ ഇല്ല. നന്ദു ഇപ്പൊ ഒരു പൊതുവാളൊക്കെ നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ടാ. അന്ന് നാന
അങ്ങനെ പറഞ്ഞ ഒരുപാട് മാഗസീൻ ഉണ്ട്. Magazine അവർക്ക് വിവാദങ്ങൾ അല്ലാതെ മൊബൈൽ ഇല്ലല്ലോ ആ അല്ല സമയത്ത്. അവർക്ക് വിവാദങ്ങൾ മീഡിയാസ് ഇല്ലല്ലോ, ഓൺലൈൻ മീഡിയാസ് അല്ല ഇല്ലല്ലോ. അവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാറുന്നല്ല. സിനിമ അങ്ങനെയാണ്, ഈ സിനിമ ഇങ്ങനെയാണ്, അതാണ് ഇതാണ്, മാങ്ങയാണ് തേങ്ങ ചക്കയാണെന്ന്. സോഷ്യൽ പക്ഷെ മീഡിയ അവരെ അത്ര സിനിമയെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ അവരെ പറ്റില്ല. സിനിമ ഇൻഡസ്ട്രിയെ റെസ്പെക്ട് ചെയ്തിട്ടല്ലേ അവർ ആ സിനിമയുടെ കൂടെ യാത്ര ചെയ്തത്. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകും. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷ്ണു പറഞ്ഞു പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലൊരു മൊബൈലുണ്ട്, അത് ഞങ്ങൾക്ക് എന്തോ ആവാം എന്ന് തന്നെയല്ലേ. ഇല്ല അതിന് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ് എന്തോ ഇൻസ്റ്റാഗ്രാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരാളെ ഉപദ്രവിക്കണില്ല, ലഹരി കച്ചവടം ചെയ്യുന്നില്ല, നമ്മൾ ഒരാളുടെ ലഹരി കയ്യിൽ കച്ചവടം 10 രൂപ മേടിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മളുടെ കഴിവ് നമ്മളുടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ കോമാളിത്തറ ഇവന്റെ കൂടെ അല്ലാണ്ട് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കണ്ടെങ്കിൽ ആ ചേട്ടനടുത്ത് എന്റെ ഈ ഐഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. ഇപ്പൊ ഈ ലാസ്റ്റ് ചെയ്തത് കരിമാടിക്കുട്ടൻ, പിന്നെ ഇതാണ് ഒരു പാട്ട് ചെയ്തല്ല മണ്ണിലിന്ത കാതൽ, SPBയുടെ SPBയുടെ, പിന്നെ സിനിമയിൽ അഭിനയിച്ചു, ഈ സീരിയൽ അഭിനയിച്ചു. അപ്പൊ ചേട്ടൻ ആ ഒരു വശം മാത്രം നോക്കരുത്. ഞാനെന്ന വ്യക്തി ഈ അഭിനയവും. ഇതിന്റെ ഒരു വശം വിഷ്ണു പറഞ്ഞു, കരിമാടിക്കുട്ടൻ ചെയ്തു, അല്ലെങ്കിൽ ചെയ്തു പറഞ്ഞു. മറു സൈഡ് നോക്കിക്കേ, എൻ്റയർലി ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അതെ, ഞാൻ പറയട്ടെ, ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ സിനിമയിൽ ചാൻസ് കിട്ടും. ഒരു നല്ലൊരു വർക്ക് ചെയ്തു, അതൊരു ഇപ്പൊ എന്റെ കരിമാടിക്കുട്ടൻ 2 മില്യൺ കയറി. ഞാനൊരു 3 മാസത്തേക്ക് ഇവരുടെ വീഡിയോ ഒന്നും ചെയ്തില്ല, ആരും വിളിച്ചില്ല. അതിനു മുമ്പ് നല്ലൊരു വർക്ക് ചെയ്ത്, അതിനു മുമ്പ് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്ത്, എന്നിട്ട് ഒരു സിനിമാക്കാരി വിളിച്ചില്ല. ശരി, ഈ കോമാളിയായിട്ട് ഇപ്പൊ നാഗവല്ലി ചെയ്തു നിങ്ങൾ. അത് ഇവിടെ ഇവിടെ പറയട്ടെ, ആഭരണമൊക്കെ ഇട്ട് അല്ല അതുപോലെ നാഗവല്ലിയുടെ ഗന്ധർവനുണ്ട്, ഗന്ധർവനുണ്ട്, ഗന്ധർവനാണല്ലേ കിരീടം വെച്ചിരിക്കുന്നത്. കാലനാണെന്ന് കുറെ പേര് കമന്റ് ഇട്ടുണ്ടായി. അവരെ കുറ്റം പറയുന്ന കമന്റ് പറ്റേ അല്ല, അത് വൈറലായി. സിനിമയിൽ കിട്ടിയോ? ആരെങ്കിലും വിളിച്ചോ? ഇല്ല. പിന്നെന്താ ചെയ്യുന്നപ്പോ? നല്ലത് ചെയ്തു കിട്ടിയില്ല, മോശം ചെയ്തു കിട്ടിയോ? കിട്ടിയില്ല. പക്ഷെ ഞാൻ പറയുന്നേ, പണ്ട് കാലത്തെ വേറൊരു കാര്യം പറയട്ടെ, വിളിച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോവില്ല. വേറെ പ്രധാനപ്പെട്ട ഷോകളിലൊക്കെ വിളിച്ചു, പക്ഷെ ഞങ്ങൾ അറിഞ്ഞു. ഓ അങ്ങനെയുണ്ട്. ഞാനതിപ്പോ ചോദിക്കാം, ഇതിനൊന്ന് ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. അപ്പോൾ നല്ലത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റീച്ച് ആവുന്നില്ല എന്നല്ലേ? അല്ല, റീച്ച് ആവുന്നുണ്ട്, പക്ഷേ സിനിമ കിട്ടുന്നില്ല, കളഞ്ഞു. മോശം ചെയ്യുന്നുണ്ട്, റീച്ച് ആകുന്നുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് പോകുന്നുണ്ട്,